അലർജിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അപ്പോൾ അവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അലർജിക് റൈനൈറ്റിസ്, അതായത് തുടർച്ചയായിട്ടുള്ള തുമ്മൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ജലദോഷം, മൂക്കൊലിപ്പ് അങ്ങനെ വരുന്ന പേഷ്യൻസ് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം, അതായത് അവർക്ക് എപ്പോഴും എന്ന് പറയുമ്പോഴത്തേക്കിനും അതായത് ഡസ്റ്റ് അലർജി ഉണ്ടായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ ചില പെർഫ്യൂം, പൗഡർ, ചില പൂവിൻ്റെ അതായത് പോളൻ ഗ്രെയിൻസൊക്കെ, അതായത് പൂമ്പൊടി അവർക്ക് അലർജി കാണും. അതായത് പ്രത്യേകിച്ചും ഈ റബ്ബർ, അക്കേഷ്യ അങ്ങനെയുള്ള മരങ്ങളുടെ പൂമ്പൊടിയൊക്കെ അലർജി കാണും. അപ്പോൾ ചിലർക്കത് സീസണലായിട്ടായിരിക്കും വരുന്നത്, ഡ്രൈ സീസൺ, അതായത് വിൻ്റർ സീസൺ. നമുക്ക് കേരളത്തിൽ അങ്ങനെ വിൻ്റർ സീസൺ വേറെ സ്ഥലങ്ങളിലെ പോലെ ഇല്ലെങ്കിലും അങ്ങനെ ഒരു വിൻ്റർ സീസണിൽ ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ അലർജി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ മിക്ക പേഷ്യൻസും ഈ കുറേ നാളുകളായിട്ട് തുമ്മലൊക്കെ ഉള്ള പേഷ്യൻസ് എപ്പോഴും അവരുടെ ഒരു ടെൻഡൻസി മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയിട്ട് അലർജിയുടെ ടാബ്ലറ്റ് സ്ഥിരമായി ഒരുപാട് കാലങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി എല്ലാ പേഷ്യൻസും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങൾ അലർജി റെസ്പോൺസ് നിങ്ങൾക്ക് ആദ്യം അത് എന്ത് സാധനം കൊണ്ടാണ് നിങ്ങൾക്ക്